ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിൽ എത്ര പേരുണ്ട് ബാത്റൂമിൽ ചെരുപ്പ് കഴുകാൻ മടിയുള്ളവരായിട്ട്? നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ചെരുപ്പിൽ അഴുക്കും പൊടിയൊക്കെ പിടിച്ച് ആകെ വൃത്തികേടായി നമുക്ക് തൊടാൻ തന്നെ ഒരു മടിയാവുന്ന അവസ്ഥയിലായിരിക്കും അല്ലേ? നമ്മൾ വീട്ടമ്മമാർ സ്ഥിരം നേരിടുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒട്ടും തന്നെ മെനക്കെടാതെ, അതുപോലെ തന്നെ നമ്മളുടെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇതൊന്ന് മാറ്റിയെടുക്കാം, നമുക്ക് ഈ ചെരുപ്പൊക്കെ എങ്ങനെയൊന്ന് വൃത്തിയാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെരുപ്പ് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത്, കാരണം ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു ചെരുപ്പാണ്. നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെരുപ്പ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയ്യിലൊക്കെ ഒരു ഗ്ലൗസ് ഇടണം. നമ്മൾ ബാത്റൂമിൽ ചെരുപ്പൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പ് കയ്യിലെന്തായാലും ഗ്ലൗസ് ഇട്ടേ മതിയാവും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ഫസ്റ്റായിട്ട് എടുക്കുന്നത്. നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ പൊടിയുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ബേക്കിംഗ് സോഡയാണ് 1 സ്പൂൺ വേണ്ടത്. നമ്മളുടെ അപ്പക്കാരം 1 സ്പൂൺ വേണം. അത് രണ്ടോണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഉപ്പും അപ്പക്കാരവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ചെരുപ്പിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ചെരുപ്പ് ഫസ്റ്റായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ പൗഡർ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഉപയോഗിക്കാത്തൊരു ബ്രഷ് വേണം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചൊരു ബ്രഷാണത്. അപ്പോൾ അതിൽ മുക്കിയിട്ട് ഞാൻ ഈ ചെരുപ്പൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്ത് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഉപ്പും അപ്പസോഡയും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചെരുപ്പിലുള്ള അഴുക്ക് പെട്ടെന്ന് തന്നെ പോകും. നമുക്ക് അതിനായിട്ട് വേറെ സ്ക്രബ്ബറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് സാവധാനം ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഉരച്ചെടുത്താൽ മതിയാവും. അപ്പം തന്നെ ഇതിൻ്റെ എല്ലാ അഴുക്കും വിട്ടുപോയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ചെളിയും അതുപോലെ തന്നെ ആ പായലും ഒക്കെ അങ്ങ് വിട്ടുപോരാൻ തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടിഭാഗവും ഇതിൻ്റെ വാറും ഒക്കെ നമുക്കിതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഉരച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ ഏകദേശം നമ്മളുടെ ചെരുപ്പ് വൃത്തിയായി വരുന്നുണ്ട്. നമുക്ക് അതിലുണ്ടായിരുന്ന പായലും ചെളിയും ഒക്കെ പോയി. ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. ഇനി ഇതിൽ നമുക്ക് ചെരുപ്പിൽ കാണാൻ കഴിയും കരിമ്പൻ കുത്തിയിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഞാനിവിടെ ക്ലോറക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ക്ലോറക്സ്. ഇത് 200 ml കുപ്പിയാണ്. ഞാനിതിലൊരു 100 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന പഴയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ കയ്യിലൊരു പഴയ ബേസ് ഉണ്ടായിരുന്നു, ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ചെരുപ്പ് ഒന്ന് മുക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ അത് മുങ്ങി നിൽക്കണില്ല. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കനമുള്ളൊരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തു. അപ്പോൾ അതിൽ നന്നായിട്ട് മുങ്ങി നിൽക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കണം. ഇനി ഒരു 4 മണിക്കൂർ നമുക്കിതിനെ ഇതിലൊന്ന് മുക്കി വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നമ്മൾ ചെരുപ്പ് മാറിയിട്ടുണ്ടെന്ന്. ഇതിൽ നിറച്ച് കരിമ്പനായിരുന്നു, അതൊക്കെ ഒരു 3/4 ഭാഗവും ഇതിൽ നിന്ന് പോയിട്ടുണ്ട്.
ഇപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളിതിൽ മുക്കി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിന് ശേഷം ഉരച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുണ്ടാവും ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാനിതൊരു 1 മണിക്കൂർ കൂടി അതിൽ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാ 1 മണിക്കൂറും കൂടി ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ രീതിയിലാണുള്ളത്. എല്ലാം തന്നെ പോയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. പഴയ ആ ചെരുപ്പാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മളുടെ ചെരുപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരിമ്പിനൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം കൂടി ആ ക്ലോറക്സിലൊന്ന് ഇട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.